വനിതാ സംവരണ ബില്ല് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാരിന് തുടർഭരണം നേടാനുള്ള തട്ടിപ്പാണെന്ന് കെപിസിസി സെക്രട്ടറി എം.എൻ. ഗോപി. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വനിതാ സംവരണത്തിനെതിരല്ല, പക്ഷേ ബിജെപിയുടെ ഈ തട്ടിപ്പിനെ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനിതാ സംവരണ ബില്ല് ഇന്ന് പാർലമെന്റിൽ ബിജെപി ഗവൺമെന്റ് അവതരിപ്പിക്കുകയാണ്. തത്വത്തിൽ വനിതാ സംവരണ ബില്ലിലൂടെ ബിജെപി ഉദ്ദേശിക്കുന്നത് വനിതകൾക്ക് സംവരണം കൊടുക്കുക എന്നുള്ളതല്ല. അടുത്ത കേന്ദ്ര ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ബിജെപിയുടെ സ്വാധീന മേഖലയിൽ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടി അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വനിതാ ബില്ല് കൊണ്ടുവരുന്നത്. സ്ത്രീകൾക്ക് സംവരണം നൽകണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എതിര് പറഞ്ഞിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വനിതാ സംവരണത്തിന് അനുകൂലമാണ്. ആ നിലപാടാണ് കോൺഗ്രസിനുള്ളത്. പക്ഷെ ഇപ്പോൾ വനിതാ സംവരണത്തിന്റെ മറവിൽ ബിജെപിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാനുപാതികമായി പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടി ഇനി ഒരിക്കലും ഭരണത്തിൽ നിന്ന് പോകാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന വളരെ ഗൂഢമായ ലക്ഷ്യമാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഈ സംവരണ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ളത്. ഇപ്പൊ നിയമസഭകളിൽ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ബംഗാളില്, തമിഴ്നാട്ടില്, ആസാമില്, പോണ്ടിച്ചേരിയിലെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ധൃതി പിടിച്ച് ഇത് കൊണ്ടുവരുന്നത് ദുഷ്ടലാക്കോടുകൂടിയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയും. വനിതാ സംവരണത്തിന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അനുകൂലമാണ്. പക്ഷേ അതിന്റെ മറവിൽ പാർലമെന്റിൽ 800-ൽ പരം ആളുകളെയാക്കി 200-300ഓളം ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ബിജെപി സ്വാധീനമുള്ള മേഖലയിൽ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വീണ്ടും തുടരാനുള്ള ഈ നിലപാടിന് കോൺഗ്രസ് എതിരാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ശക്തമായി ഈ പാർലമെന്റിൽ ഇന്ന് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.